കേരള ബ്ലാസ്റ്റേഴ്സിനെ രക്ഷിക്കാൻ സ്പെയിനിൽ നിന്ന് പരിശീലകനെ ഇറക്കി മാനേജ്മെന്റ്. പുതിയ മുഖ്യ പരിശീലകനായ ഡേവിഡ് കാറ്റാല കൊച്ചിയിൽ ടീമിനൊപ്പം ചേർന്നു. പുറത്താക്കപ്പെട്ട മൈക്കൽ സ്റ്റാറേയ്ക്ക് പകരക്കാരനായാണ് സ്പാനിഷ് താരം ഒരു വർഷത്തെ കരാറിൽ ക്ലബ്ബിൽ കളി പഠിപ്പിക്കാനെത്തുന്നത്. കാറ്റാലയെ മുഖ്യ പരിശീലകനായി നിയമിച്ചതായി ബ്ലാസ്റ്റേഴ്സ് സാമൂഹിക മാധ്യമങ്ങളിലൂടെ അറിയിച്ചു. 2024 മുതൽ 25 വരെ ISL പട്ടികയിൽ 8ാമതുള്ള ബ്ലാസ്റ്റേഴ്സ് തുടർച്ചയായ മോശം പ്രകടനത്തെ തുടർന്ന് കഴിഞ്ഞ വർഷം ഡിസംബറിൽ കോച്ച് മൈക്കൽ സ്റ്റാറയെ പുറത്താക്കിയിരുന്നു. അസിസ്റ്റന്റ് പരിശീലകരായ ബ്യോൺ വെസ്റ്റ് സ്ട്രോം, ഫ്രെഡറിക്കോ പെരേര മൊറൈസ് എന്നിവരെയും മാനേജ്മെന്റ് പുറത്താക്കി. ലീഗ് ഘട്ടത്തിലെ ശേഷിക്കുന്ന 12 മത്സരങ്ങളുടെ ചുമതല തോമസ് ചോഴ്സിനും TG പുരുഷോത്തമനുമായിരുന്നു. അതിൽ 5 എണ്ണത്തിൽ മഞ്ഞപ്പട വിജയിച്ചു. ലീഗിലെ നിരവധി പരിശീലകരുടെ പേരുകൾ ബ്ലാസ്റ്റേഴ്സിന്റെ സാധ്യതാ പരിശീലകരുടെ പട്ടികയിൽ ഉണ്ടായിരുന്നുവെങ്കിലും അപ്രതീക്ഷിതമായി അത് സ്പാനിഷ് പരിശീലകന്റെ അടുത്തെത്തുകയായിരുന്നു. താരതമ്യേന ചെറിയ മാനേജർ കരിയർ ഉണ്ടായിരുന്നിട്ടും കാറ്റാല ഇതിനകം ഒരു ട്രോഫി നേടിയിട്ടുണ്ട്. ഫൈനലിൽ ഒമോണിയ നിക്കോസിയെ പരാജയപ്പെടുത്തി അപ്പോളോൺ ലിമാസോളിനൊപ്പം 2022 മുതൽ 23 വരെ സൈപ്രിയറ്റ് സൂപ്പർ കപ്പ് താരം നേടി. കഴിഞ്ഞ സീസണിൽ സൈപ്രിയറ്റ് ഫസ്റ്റ് ഡിവിഷൻ നേടിയതിനു ശേഷം അപ്പോളോൺ ഫൈനലിലെത്തിയിരുന്നു. ഈ വിജയം ക്ലബിന്റെ 4ാമത്തെ സൂപ്പർ കപ്പ് കിരീടമായി മാറി ഏറ്റവും കൂടുതൽ സൂപ്പർ കപ്പ് വിജയങ്ങൾ നേടിയ ഒമോണിയയെ മറികടന്നു.